ക്ലൈമാക്സ് ഒക്കെ എനിക്ക് ശരിക്കും വർക്കായ ഒരു ഞാൻ പൊതുവെ ക്ലൈമാക്സിനെ എടുത്ത് പറയാറില്ലാത്തതാണ് പക്ഷെ ഇറ്റ് റിയലി വർക്ക് ഔട്ട് ക്ലൈമാക്സ് സംതിങ് ദാറ്റ് വി കാൻറ്റ് പ്രിഡിക്റ്റ്. അടിപൊളിയായിരുന്നു. സന്ദീപ് വേറെ ലെവൽ. തിയേറ്ററിൽ തന്നെ ഇരുന്ന് കാണേണ്ട ഒരു ഗൂസ് ബംസ് ഒക്കെ വരും നമുക്ക്. പിന്നെ രഞ്ജിത്തേട്ടന്റെ ബാഹുലേട്ടന്റെയും സ്പെഷ്യാലിറ്റിയാണ് ക്ലൈമാക്സ് എന്നുള്ളത്. അതായത് വീണ്ടും ഞെട്ടിച്ചറിഞ്ഞു. ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടിപൊളി പടമാണ്. പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നോട്ട് ജസ്റ്റ് ബിക്കോസ് നമ്മുടെ സന്ദീപ് ആക്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് എന്തായാലും വന്നത്. അവൻ പൊളിച്ചിട്ടുണ്ട്. വെരി ഗുഡ്. ഹിസ് ആക്ടിങ് ഹാസ് പെയ്ഡ് ഓഫ് ഈവൻ മോർ. ലൈക്ക് അവരുടെ എഫേർട്സ് കാണാനുണ്ടായിട്ട് എവറി സിംഗിൾ വൺ ഹാസ് ആക്ടഡ് റിയലി വെൽ. പിന്നെ സ്റ്റോറി ഇസ് റിയലി ഗുഡ്. ക്ലൈമാക്സ് ഒക്കെ എനിക്ക് ശരിക്കും വർക്കായ ഒരു ഞാൻ പൊതുവെ ക്ലൈമാക്സിനെ എടുത്ത് പറയാറില്ലാത്തതാണ് പക്ഷെ ഇറ്റ് റിയലി വർക്ക് ഔട്ട്. ക്ലൈമാക്സ് കമ്പയർ ചെയ്യാനേ പറ്റില്ല. അയാളെ പറഞ്ഞ ഒരു ത്രിലോളജി അല്ല, പണ്ട് ആ എഫക്റ്റ് ആയിട്ട് ഉണ്ട്. എനിക്കതിനെ കമ്പയർ ചെയ്യാനായിട്ട് രണ്ടിനും രണ്ടിൻ്റെതായ ഡിഫറെൻറ്റ് അപ്രോച്ച് ഉണ്ട്. ഏതൊരു അഡ്വഞ്ചർ കൈൻഡ് ഓഫ് ഫിലിം ആണോ അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഓഡിയൻസിനായിരിക്കും കൂടുതൽ പടമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നത്? I'm not someone to say that. I wish everyone would go and watch this. ഇഷ്ടമായിരിക്കും എന്തെങ്കിലും രീതിയിൽ. കാരണം ക്ലൈമാക്സ് എനിക്ക് അതാണ് മൊത്തം ത്രൂ ഔട്ട് ആയിട്ട് ആ ഇമോഷൻസ് കീപ്പ് ചെയ്ത് അവർ ടുവേർഡ്സ് ദി എൻഡ് വരെ എത്തിക്കുന്നത് ഭയങ്കര അതിലും ഒരു എഫക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. Amazing. Beautiful film, beautiful performance by everybody. Very amazing, good work of the DOP. ത്രില്ലിംഗ് ആയിട്ടുള്ള മൂവിയാണ് മൊത്തത്തിൽ. It's a mixture of everything. And yes, of course, an amazing thriller. Something that we can't predict. ഉറപ്പായിട്ടും ബാഹുലിൻ്റെയും രണ്ടുപേരുടെയും കോമ്പിനേഷൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ സിനിമ ഉറപ്പായിട്ടും പോയി തിയേറ്ററിൽ കാണണം. ഒരു നേച്ചർ പ്ലസ് ആനിമൽ എല്ലാം കൂടെ ഒരുമിച്ചൊരു സിനിമയാണ്. എന്താ പറയുക, അത് തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്, ഒരു വിഷ്വൽ ട്രീറ്റ് ആണ് മൊത്തത്തിൽ. സന്ദീപ് ആണെങ്കിലും സന്ദീപിൻ്റെ കരിയറിൽ ഒരു എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ളൊരു പെർഫോമൻസ് തന്നെയാണ്. മൊത്തത്തിൽ ഹോൾ ടീം, മ്യൂസിക് ആണെങ്കിലും ബാക്കി സിനിമാറ്റോഗ്രഫി ആണെങ്കിലും എല്ലാം മൊത്തത്തിൽ മലയാള സിനിമയ്ക്ക് എപ്പോഴും ഓർത്തു വയ്ക്കാൻ പറ്റുന്ന നല്ലൊരു പടം തന്നെയായിരുന്നു. മൂവി വെൽ ആക്ടഡ്. എല്ലാവരും എല്ലാ കാസ്റ്റും എവരിബഡി ഡൺ റിയലി ഗുഡ്. സന്ദീപ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? സന്ദീപിനെ പറയണ്ട, സന്ദീപ് ഇസ് ഡൺ എ വെരി ഗുഡ് ജോബ്. അടുത്തൊരു സൂപ്പർ സ്റ്റാർ ലെവലിലേക്ക് പോകാൻ സാധ്യതയുള്ള നല്ല ആക്ടിങ്. സിനിമ കാണാനുള്ളവരോടൊക്കെ എന്താണ് ഇനി പറയാനുള്ളത്? ഡെഫിനറ്റ്ലി പോയി കാണണം, തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഓക്കെ. അതിന്റെ ആ ഫോറസ്റ്റും അതിന്റെ ആ സൗണ്ട് എഫക്റ്റ് ഒക്കെ തിയേറ്ററിൽ പോയി കണ്ടാൽ മാത്രമേ. അടിപൊളി. നല്ല മ്യൂസിക് ആണെങ്കിലും വിഷ്വലും മേക്കിംഗ് എല്ലാം ഭയങ്കര ഗംഭീരം. ബ്രില്യന്റ് ആണ്. ഡയറിങ് അറ്റംപ്റ്റ് ആണ്. കാസ്റ്റിന്റെ പെർഫോമൻസ് ഒരു രക്ഷയില്ല. എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുള്ള ഒരു മൂവി. ക്ലൈമാക്സ് നല്ല അടിപൊളി ട്വിസ്റ്റ് ആണ്. പറയാൻ പറ്റില്ല, വേണ്ട പറയാതിരിക്കുന്നത്. അടിപൊളിയായിരുന്നു. സന്ദീപ് വേറെ ലെവൽ. കിഡിലായിരുന്നു. ഈ പറഞ്ഞ പോലെ ബാഹുൽ രമേശ് പറയുന്ന റൈറ്റർ നമ്മൾ കിഷ്കിന്താണ്ടാണെങ്കിലും കേരള ക്രൈം സെക്കൻഡ് സീസൺ ആണെങ്കിലും ഭയങ്കര എക്സ്പെക്ടേഷനോടുകൂടെ വന്നത്. അപ്പോൾ അത്രയും എക്സ്പെക്ടേഷൻ ഈ മുകളിൽ നിൽക്കുന്ന ഒരു പടം തന്നെയാണ്. അതിപ്പോൾ സന്ദീപിന്റെ പെർഫോമൻസ് ആണെങ്കിലും അഭിനയിച്ച എല്ലാവരും, സന്ദീപ്, വിനീതേട്ടൻ, അതുപോലെ തന്നെ നരൻ ചേട്ടൻ, ഇതിലത്തെ ആക്ടറുണ്ട്. പുള്ളിയുടെ പോസ്റ്ററൊന്നും റിവീൽ ചെയ്തിട്ടില്ല തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ആനിമലത്തെ ആക്ടറുണ്ട്. അപ്പോൾ കിഡിലാണ്. അതുപോലെ ബാക്കിയുള്ള ആർട്ടിസ്റ്റ് എല്ലാവരും പെർഫോമൻസ് വെച്ചാണെങ്കിലും ഡയറക്ഷൻ ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും ഇതിലെ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു.